നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഏതൊരു നേതാവാണ് ഇത്തരൊരു വാഗ്ദാനം നൽകുക? നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ അധികാരം തരാം, സ്ഥാനമാനങ്ങൾ നൽകാം, സുഖസൗകര്യങ്ങൾ നൽകാം, പണം നൽകാം എന്നെല്ലാം വാഗ്ദാനങ്ങളാണ് തൻ്റെ കൂടെയുള്ള അനുയായികൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക ഏതൊരു നേതാവും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ പ്രിയങ്കരനായ ഈശോ, നമ്മുടെ ജീവനായ ഈശോ, നാം സ്നേഹിക്കുന്ന ഈശോ തൻ്റെ ശിഷ്യരോടും നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്തൊരു വലിയൊരു ആഹ്വാനമാണ്! ആർക്കാണ് ഇത്രയധികം ഒരു 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 സമ്മാനം നീട്ടിവെക്കാൻ കഴിയുക? ഈശോയ്ക്കല്ലാതെ. ആ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ ജനത ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുക, എന്തൊരു അത്ഭുതമാണ് സഭ. സഭയുടെ വലിയ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുക സഭയുടെ ജീവിതം അതാണ്. ഈ ആരെങ്കിലും കുരിശ് എൻ്റെ പിന്നാലെ വരുന്നവർ കുരിശെടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ. കഷ്ടപ്പാടുകൾ, അതായത് യേശുവിനെ അനുഗമിക്കുന്നവർ അവർ ഈശോ നൽകുന്ന എല്ലാ സങ്കടങ്ങളുടെയും വേദനകളുടെയും കുരിശുകൾ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കണം. കുരിശിലാണ് മഹത്വം, കുരിശിലാണ് പുകഴ്ച. അവിടുത്തെ കുരിശിലല്ലാതെ മറ്റൊരിടത്തും അഭിമാനിക്കുവാൻ എനിക്കിടയാകല്ലേ എന്ന് അപ്പസ്തോലൻ പറയുന്നില്ലേ? ആ കുരിശുകൾ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തവരാണ് രക്തസാക്ഷികൾ. ഈ രക്തസാക്ഷികളെ പഠിക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിൽ, ഈ എപ്പിസോഡിൽ നാം ചെയ്യുന്നത്. ജപ്പാനിലെ രക്തസാക്ഷികൾ. ജപ്പാനിൽ വളരെ ചെറിയൊരു രാജ്യമാണെന്ന് നമുക്കറിയാം. 126 മില്യൺ ആളുകൾ, വളരെ ചെറിയ 12 കോടി 12.5 കോടി ആളുകൾ മാത്രമുള്ളൊരു ചെറിയൊരു രാജ്യം, ദ്വീപുകളുടെ സമൂഹം. അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം 50 ലക്ഷം. അവിടെ 16 രൂപതകളിലായിട്ട് വിശ്വാസ സമൂഹം, ഈ 50 ലക്ഷം ആളുകൾ. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജപ്പാനിൽ സുവിശേഷ പ്രഘോഷണം അത്ര സാധ്യമല്ല. അവിടെ പീഡ സഹിക്കുന്ന ഒരു സഭയുണ്ട്. എപ്പോഴും അധികാരികളുടെ ഒരു കണ്ണ് ഈ സഭയുടെ പ്രവർത്തനങ്ങളിലുണ്ട്. എങ്കിലും ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു ജനത, 1% ഉള്ളൂ അവർ ആ സമൂഹത്തിൽ. പക്ഷേ അവർ പുളിമാവാണ്, ഉപ്പായിട്ട് പ്രവർത്തിക്കുകയാണ്. അവർ ക്രിസ്തുമസിൻ്റെ ഒരു കാലഘട്ടം, ജപ്പാനിൽ മുഴുവനും ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളാണ്. ഒരു കമ്പോള സംസ്കാരമായിരിക്കാം, എങ്കിലും ക്രിസ്തുമസിൻ്റെ സമയം, ക്രിസ്തുമസിൻ്റെ ആഘോഷം. ആ ജനതയ്ക്കറിയാം ഒരു രക്ഷകൻ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് ഒരു രക്ഷകനെ ലഭിച്ചു എന്ന്. 1549 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നേതൃത്വത്തിലാണ് മിഷണറിമാർ ജപ്പാനിൽ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുക. എന്നാൽ 1590കളിൽ തന്നെ ഈ സമൂഹം, ഈ ക്രൈസ്തവ സമൂഹം
സംശയത്തോടെയാണ് അവർ നോക്കിക്കാണാൻ തുടങ്ങിയത്. തുടർന്ന് അവിടുന്ന് അധികാരികളുടെ നേതൃത്വത്തിൽ വലിയ മതമർദ്ദനം. ആ മതമർദ്ദനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ വെടിഞ്ഞു. വളരെ ദാരുണമായ മരണം. രക്തസാക്ഷികൾ 10 ലക്ഷത്തോളം രക്തസാക്ഷികളിൽ ജപ്പാനിൽ ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ എഴുതപ്പെടാതെ, ചരിത്രത്തിൽ അറിയപ്പെടാതെ നിത്യതയിലേക്ക് രക്തസാക്ഷികളായി കടന്നുപോയവർ അതിൽ അധികം. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷികളാണ് നാഗസാക്കിയിലെ മഹാകൂട്ടക്കുരുതി. 1867 നാഗസാക്കിയിലെ കൂട്ടക്കുരുതിയിൽ മരിച്ച 55-ൽ 52 പേരെയും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ചാൾസ് സ്പിനോള, വാഴ്ത്തപ്പെട്ട ചാൾസ് സ്പിനോള. ചാൾസ് സ്പിനോളയും രണ്ടാം നാഗസാക്കി രക്തസാക്ഷിത്വവും 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങളിൽ നാഗസാക്കിയിലെ കുന്നിൻ ചെരുവുകൾ അസ്തമന സൂര്യനേക്കാൾ ചുവപ്പ് പടർത്തിയിരുന്നു. 9 ഈശോ സഭാ മിഷണറിമാരും 6 ഡൊമിനിക്കൻ സന്യാസികളും 4 ഫ്രാൻസിസ്കൻ സഹോദരന്മാരും 6 അൽമായ വിശ്വാസികളും ചേർന്ന 25 പേരുടെ ഒരു ഗണവും നാഗസാക്കി ജയിലറകളിൽ നിന്ന് കൊണ്ടുവന്ന 30 വിശ്വാസികളുടെ മറ്റൊരു ഗണവും ചേർന്ന് 55 പേർ വിശ്വാസികളുടെ കൺമുൻപിൽ വച്ച് പീഡനത്തിനിരയായി വധിക്കപ്പെട്ട സംഭവമാണ് നാഗസാക്കിയിലെ കൂട്ടരക്തസാക്ഷിത്വം. ആ രക്തസാക്ഷികളിൽ പ്രധാനിയാണ് ഫാദർ ചാൾസ് സ്പിനോള. ഈ വിശുദ്ധ ചാൾസ് സ്പിനോളയുടെ ജീവിതം മാത്രം പരിശോധിച്ചാൽ മതി, ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ അവിടെ കാണുവാൻ സാധിക്കും. ഒരാളെ ദൈവം സ്നേഹിച്ചാൽ അവരെ എങ്ങനെയാണ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് സമർപ്പിക്കുന്നതെന്ന് ഈ വാഴ്ത്തപ്പെട്ട ചാൾസ് സ്പിനോളയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കും. മാഡ്രിഡിൽ, സ്പെയിനിലെ മാഡ്രിഡിലാണ് 1564 അദ്ദേഹം ജനിക്കുന്നത്. അതായത് വിശുദ്ധ ഫ്രാൻസിസ് 1549 അവിടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അദ്ദേഹം ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ 1564 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കാർഡിനൽ സ്പിനോള നോളയിലെ മെത്രാനായിരുന്നു, കർദിനാളുമായിരുന്നു. അതുകൊണ്ട് ആ അമ്മാവൻ്റെ സ്വാധീനമായിരിക്കാം ചെറുപ്പത്തിലെ ഒരാഗ്രഹം, എനിക്കൊരു രക്തസാക്ഷിയാകണം. ഒരു വൈദികനാകണമെന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊരു രക്തസാക്ഷിയാകണം യേശുവിന് വേണ്ടി. എന്തൊരു വലിയൊരു ആഗ്രഹം! ദൈവം നൽകുന്ന പ്രചോദനം, ഓരോരുത്തർക്കും നൽകുന്ന കാഴ്ചപ്പാടുകൾ എത്ര അത്ഭുതമായിട്ടാണ് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നത്. എനിക്കൊരു രക്തസാക്ഷിയാകണം. അതിന് അദ്ദേഹം ഈശോ സഭയിൽ അംഗമായി ചേർന്നു, ആ സന്യാസ സമൂഹത്തിൽ ചേർന്നു. 1594 അദ്ദേഹം ഈശോ സഭയിൽ വൈദികനായി തീർന്നു. പിന്നെ തൻ്റെ വലിയൊരാഗ്രഹം, ഇനി ജപ്പാനിലേക്ക് പോകണം, അവിടെ സുവിശേഷം പ്രഘോഷിക്കണം, രക്തസാക്ഷിയാകണം. ആ വലിയ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി അധികാരികളുടെ അംഗീകാരമെല്ലാം മേടിച്ച് ജപ്പാനിലേക്ക് യാത്രയായി. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ബ്രസീൽ തീരത്താണ് അണഞ്ഞത്. അവിടുന്ന് ബ്രസീലിൽ നിന്ന് അത് തിരികെ വിവിധ സ്ഥലങ്ങളിലൂടെ പോയി കപ്പലുകൾ മാറി മാറി കയറി അവസാനം അദ്ദേഹം എത്തിച്ചേർന്നത് യൂറോപ്പിൽ തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെ തീരത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിനിടയിൽ വളരെയധികം കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും കടൽ കൊള്ളക്കാരുടെ ആക്രമണവും എല്ലാം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വഴി, ഈ രക്തസാക്ഷിത്വത്തിലേക്കുള്ള വഴി വളരെ വിഷമം പിടിച്ചതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ പോലും പിന്മാറിയില്ല. വീണ്ടും യൂറോപ്പിൽ തന്നെ തിരിച്ചെത്തിയെങ്കിലും എന്നാൽ ഇനി മാഡ്രിഡിലേക്ക് പോകാം എന്ന് അദ്ദേഹം കരുതിയില്ല, നോളയിലേക്ക് പോകാമെന്ന് കരുതിയില്ല. പകരം അവിടുത്തെ ആ വലിയ തീഷ്ണത, ഈശോയോടുള്ള തീഷ്ണത നിറഞ്ഞിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട ചാൾസ് സ്പിനോള വീണ്ടും ജപ്പാനിലേക്ക് കപ്പൽ കയറുകയാണ്. അങ്ങനെ 1602 കപ്പലിറങ്ങുകയാണ് അദ്ദേഹം ജപ്പാനിൽ. ആ സമയത്ത് അവിടെ മതമർദ്ദനം വളരെ ശക്തമായിട്ട് ആരംഭിച്ചിരുന്നു. 1597 നാഗസാക്കിയിലെ വലിയ കൂട്ടക്കുരുതി നടന്നതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചല്ലോ. അപ്പോഴവിടെ മതമർദ്ദനം ആരംഭിച്ചിരുന്നു. മറ്റൊരു ഭരണ സംവിധാനം കടന്നു വരുന്നിരുന്ന കാലഘട്ടമായിരുന്നു. ഈദോ ഭരണം 1603 ഈദോ ഭരണം ആരംഭിക്കുകയാണ്. അപ്പോൾ
വിശുദ്ധ വാഴ്ത്തപ്പെട്ട ചാൾസ് അവിടെ എത്തുമ്പോൾ മതമർദ്ദനത്തിൻ്റെ ഒരു കാലഘട്ടം, പുതിയ ഭരണ സംവിധാനം, രാഷ്ട്രീയ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ആ കാലഘട്ടം. അദ്ദേഹം പക്ഷേ ഒന്നും തന്നെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ കഴിവ് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക. വളരെ വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു വിശുദ്ധ ചാൾസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ആ നാട്ടിലെ ഭാഷ നന്നായിട്ട് പഠിക്കുകയും വിദ്യാസമ്പന്നരിലേക്ക് അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനം എത്തിക്കുകയും ചെയ്തു. എത്രയോ മിഷനറിമാർ നമ്മുടെ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ ഈശോ സഭക്കാർ തന്നെ അവർ നമ്മുടെ ഭാഷ പഠിക്കുകയും നമുക്കായിട്ട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. നമ്മുടെ പ്രിയങ്കരനായ അർണോസ് പാതിരി മാത്രം മതിയല്ലോ, പുത്തൻ പാന എഴുതിക്കൊണ്ട് നമുക്കൊരു വലിയ സംഭാവന നമ്മുടെയൊക്കെ സാഹിത്യത്തിന് മാത്രമല്ല വിശ്വാസ ജീവിതത്തിന് നൽകുവാൻ, ഒരു പുതിയ അധ്യായം തുറക്കുവാൻ, പാത വെട്ടി തുറക്കുവാൻ അങ്ങ് വിദേശത്ത് നിന്ന് വലിയൊരു ഈശോസഭ മിഷണറി അർണോസ് പാതിരിക്ക് സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ചാൾസ് സ്പിനോള. അദ്ദേഹം അവിടുത്തെ ഭാഷ പഠിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ വിദ്യാസമ്പന്നരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതിന് അദ്ദേഹം നന്നായിട്ട് കണക്കറിയാമായിരുന്നു. അതുകൊണ്ട് കണക്ക്, ഈ ഭാഷ പഠിച്ച് കണക്ക് അവതരിപ്പിച്ചു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. ധാരാളം ആളുകളെ മാനസാന്തരപ്പെടുത്തി. 5000-ലധികം പേരെ അദ്ദേഹം മാമോദീസ നൽകി. അദ്ദേഹം തന്നെ മാമോദീസ നൽകി എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ അവസരത്തിൽ 1616 വീണ്ടും ശക്തമായ മതമർദ്ദനം പ്രഖ്യാപിക്കുകയാണ് അധികാരികൾ. അപ്പോൾ അദ്ദേഹം തൻ്റെ അധികാരികൾക്ക്, റോമിലുള്ള അധികാരികൾക്ക് അദ്ദേഹം എഴുതുകയാണ്, എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയം വന്നെത്തി. ഞാൻ കാത്തിരുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ, ആ വലിയ തീഷ്ണതയോടെ ആഗ്രഹിച്ചിരുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ സമയം അത് സമാഗതമായി. ഒരുപക്ഷേ എന്നിലുള്ള ചെറിയ ചെറിയ കുറവുകൾ, ബലഹീനതകൾ ഈ രക്തസാക്ഷിത്വത്തിനുള്ള ഒരവകാശം എന്നിൽ നിന്ന് എടുത്തു മാറ്റുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ മാറ്റരുതേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? നമുക്ക് കഴിയുമോ? സംശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രക്തസാക്ഷിത്വത്തിൻ്റെ മേഖലകളിലേക്ക് ധീരതയോടുകൂടി കടന്നുപോയിട്ട്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കുവാൻ ഇതാ തയ്യാറായിരിക്കുന്നു, എൻ്റെ ബലഹീനതകൾ ഓർത്തിട്ട് അങ്ങ് ഈ വലിയ രക്തസാക്ഷിത്വം അവിടെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു കരുത്ത്, ഒരു ആവേശം നൽകുകയാണ്. രക്തസാക്ഷിയാകാനുള്ള വലിയ ശക്തി ചാൾസിന് നൽകുകയാണ് ഈശോ. 1612 ഇയാസു ഭരണകൂടം ക്രൈസ്തവ പീഡനം ശക്തമാക്കി. ക്രിസ്ത്യാനികൾ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപനമുണ്ടായി. 16 വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഫാദർ സ്പിനോള 1618 അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒമൂറ തടവറയിൽ 4 വർഷം കഠിനമായ പീഡനങ്ങൾക്ക് ഫാദർ വിധേയനായി. കഠിന ശൈത്യത്തിലും മിക്കവാറും നഗ്നനായി തന്നെ തടവറയിൽ കഴിയേണ്ടി വന്നു. ജീവൻ കഷ്ടിച്ച് നിലനിർത്താൻ വേണ്ടി അല്പം ചോറ് മാത്രം ലഭിച്ചിരുന്നു. തടവറയിൽ പലവിധ രോഗങ്ങളും ബാധിച്ച് സ്പിനോള കിടപ്പിലായി. പനി കഠിനമായിട്ട് മരുന്നുകളോ കുടിക്കാൻ വെള്ളമോ ലഭിച്ചില്ല. ഒടുവിൽ സ്പിനോളയെ വധിക്കുവാനുള്ള വിധിയുണ്ടാവുകയും സാവധാനമുള്ള അഗ്നിപീഡനത്തിന് വിധേയനാക്കി വധിക്കണം എന്ന തീരുമാനവും അധികാരികൾ കൈക്കൊണ്ടു. വിശുദ്ധനെ പടയാളികൾ തൂണുകളിൽ ബന്ധിക്കുകയും കാൽക്കൽ തീയിടുകയും ചെയ്തു. അഗ്നി പടർന്ന് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ചരട് കത്തിയെരിഞ്ഞ് തീയിലേക്ക് മറിഞ്ഞു വീണു. ആ വലിയ മിഷണറി ക്രിസ്തുവിനെ പ്രതി എരിഞ്ഞടങ്ങി. 11-ാം പിയൂസ് പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് സ്പിനോളയെ ഉയർത്തുകയും ചെയ്തു. ചാൾസ് തൻ്റെ വിധിവാചകം കേട്ട് സന്തോഷത്തോടുകൂടി തടവറയിലേക്ക് പോവുകയാണ്. മറ്റ് തടവറ രക്തസാക്ഷികളോടൊപ്പം, തൻ്റെ ക്രിസ്ത്യാനികളോടൊപ്പം തടവറയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് തൻ്റെ അധികാരികൾക്ക് ഇപ്രകാരം എഴുതുന്നുണ്ട്: എന്തൊരു ക്ലേശകരമായ സ്ഥലം! ഭക്ഷണം ഇല്ല, കുളിക്കുവാനുള്ള സൗകര്യങ്ങളില്ല, വസ്ത്രം മാറുവാൻ സാധിക്കുന്നില്ല. ക്ഷുദ്രജീവികൾ ഈ തടവറയിലേക്ക് കടന്നു വരുന്നുണ്ട്. ദുർഗന്ധം നിറഞ്ഞ ഒരു അന്തരീക്ഷം. പക്ഷേ ഇവിടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, പാപം മൂലം നിന്നെ
വിഷമിപ്പിക്കുന്ന, നിന്നെ പീഡിപ്പിക്കുന്നവരെ ഓർത്ത് ഞാനിത് സഹിക്കുന്നു. അതായത് പാപം ചെയ്യുമ്പോൾ ദുർഗന്ധമുള്ള അന്തരീക്ഷമാണെന്നാണ് ചാൾസ് പറയുക. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ ദുർഗന്ധം നിറഞ്ഞ, പീഡകൾ നിറഞ്ഞ ഈ തടവറ. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുവാൻ സാധിക്കുന്നു. ദിവ്യബലിക്കുള്ള വസ്തുക്കൾ, വീഞ്ഞും ഓസ്തിയുമെല്ലാം ഈ കാണുവാൻ വരുന്ന ആളുകൾ വളരെ രഹസ്യത്തിൽ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ തടവറയിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിക്കുന്നു രഹസ്യമായിട്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഈ പീഡകളുടെ നടുവിലുമെന്ന് അദ്ദേഹം എഴുതുകയാണ്. അതായത് തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള 4 വർഷത്തെ തൻ്റെ തടവറയിലുള്ള ഏറ്റവും വേദന നിറഞ്ഞ സമയത്തിന് ശേഷം അദ്ദേഹത്തിന് ഇനി മുന്നോട്ടുള്ള യാത്രയിലുള്ള വിധി വന്നു. അദ്ദേഹത്തെ തൂണിൽ ചേർത്ത് കെട്ടി അഗ്നിക്കിരയാക്കുക. ഈ അവസരത്തിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നിക്കിരയാകുവാനുള്ള സമയമായി എന്ന് കരുതുക അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വന്തം സഹോദരന് എഴുതുകയാണ്, ഈ പീഡകൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. എന്തൊരു ആഹ്ലാദമാണിത് തരുന്നത്. ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം രക്തസാക്ഷിത്വമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുകയാണ്. ഇത് നിനക്ക് അനുഭവിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം സമയം കടന്നു പോകുന്നത് അറിയുന്നതേയില്ല. എത്രയോ വലിയ ആനന്ദമാണ് എനിക്ക് ലഭിക്കുന്നത്. സഹോദരന് ചാൾസ് സ്പിനോള എഴുതുകയാണ്, മരണം മുമ്പിൽ കണ്ടു, ഇനി തീയിൽ ദഹിക്കേണ്ട സമയമേ ഉള്ളൂ. പക്ഷേ എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നത്. സഹോദരൻ എഴുതുന്നത്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വരിക, ഈ മരണം സ്വന്തമാക്കുക, യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുക. അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹം തൻ്റെ അധികാരികൾക്ക് എഴുതിയ വാക്കുകൂടി വളരെ സന്തോഷത്തോടുകൂടി എന്നാൽ തമാശ രൂപേണ അദ്ദേഹം എഴുതുകയാണ്, എൻ്റെ ഇവിടെയുള്ള ഇനി അഗ്നി എനിക്കായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഈ തടവറയിലെ 4 വർഷത്തെ എൻ്റെ ജീവിതം ഇതെൻ്റെ നോവിഷ്യേറ്റ് ആയിരുന്നു. ഇനി എനിക്ക് സ്വർഗത്തിൽ എൻ്റെ വ്രതവാഗ്ദാനം. എത്ര കൗതുകത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയാണ് ചാൾസ് എഴുതുന്നത്. ഇവിടെ ഈ തടവറ, ഇവിടെയുള്ള പീഡാസഹനങ്ങൾ എനിക്ക് നോവിഷ്യേറ്റ് കാലം. സ്വർഗത്തിൽ അടുത്ത ഈസ്റ്ററിന് കർത്താവിനോടൊപ്പം എനിക്ക് വലിയ വിരുന്ന് ആഘോഷിക്കാൻ സാധിക്കുമല്ലോ. അവിടുത്തെ ഞാൻ എൻ്റെ വ്രതവാഗ്ദാനം ഞാൻ സ്വർഗത്തിൽ വെച്ച് നടത്തും. തടവറയിൽ നിന്ന് മരണത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിരനിരയായിട്ട് അവരെ നിർത്തുകയാണ്. അതിൽ കുറേ ആളുകളെ, 30 പേരെ ഗളച്ഛേദം ചെയ്യുവാൻ, കഴുത്ത് വെട്ടിക്കൊല്ലുവാൻ, ഈ 55 പേരിൽ ബാക്കിയുള്ളവരെ തൂണിൽ കെട്ടി അഗ്നിയിൽ ദഹിപ്പിക്കുവാൻ. അതിൽ ചാൾസിന് ലഭിച്ച വിധി അഗ്നിയിൽ ദഹിക്കുന്നതിനാണ്. തയ്യാറെടുത്ത് കഴിയുമ്പോൾ പരിചയമുള്ള ഇസബെല്ല ഫെർണാണ്ടസ് സ്ത്രീ താൻ ഒളിവിൽ പാർത്തിരുന്ന സമയം, ഇവിടെ 1616 മതമർദ്ദനത്തിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഒളിവിൽ പാർത്തിരുന്നത് ഈ സ്ത്രീയുടെ വീട്ടിലായിരുന്നു. ഇവിടെ ഉണ്ടോ, ഫെർണാണ്ടസും ഇവിടെ ഉണ്ടോ, ഇസബെല്ല ഇവിടെ ഉണ്ടോ? വളരെ സന്തോഷം. അപ്പം ഈ ഇസബെല്ലായുടെ ഭർത്താവ് ഡൊമിനിക് അതിന് മുമ്പ് തന്നെ രക്തസാക്ഷിയായിരുന്നു. നിൻ്റെ കുഞ്ഞെവിടെ ചോദിക്കുന്നുണ്ട്. ആ കുഞ്ഞിവിടെയുണ്ട്. ഇസബെല്ല സന്തോഷത്തോടു കൂടി പറയുകയാണ്, കുഞ്ഞിവിടെയുണ്ട്, ഇവനെയും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു സഹോദരി പറയുകയാണ്, ധീരതയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന വലിയ രക്തസാക്ഷിണി. ഇളച്ഛേദം ചെയ്യുന്നവരെ, തലവെട്ടുന്നവരെ, ഇസബെല്ലയെയും കുഞ്ഞിനെയും തലഛേദിച്ചു. അവർ സ്വർഗത്തിലേക്ക് യാത്രയായി. തുടർന്ന് അഗ്നിക്കിരയാക്കുന്നവർ, അവർ വിറക് കൂട്ടി അതിനുശേഷം തീ കൊളുത്തി. 1 മണിക്കൂർ കൊണ്ട് ചാൾസ് അഗ്നിക്കിരയായി. അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയറ് അദ്ദേഹം അഗ്നിയിലേക്ക് മറിഞ്ഞു വീണ് അഗ്നിഗോളമായി സ്വർഗത്തിലേക്ക് ആത്മാവ് ഉയർന്ന് വലിയ രക്തസാക്ഷിയായി തീർന്നു. എന്നാൽ ആ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേരുണ്ട്. അവർ രക്ഷപ്പെട്ട് ഓടി പുറത്തേക്ക് പോയി. എന്നാൽ അവരെ പട്ടാളക്കാർ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അഗ്നിയിലിട്ട് ദഹിപ്പിച്ച് കളഞ്ഞു. അവർക്ക് ആ വലിയ മഹത്വത്തിൻ്റെ കിരീടം നഷ്ടമായിപ്പോയി.
ഒരാൾ അഗ്നി കയറ് പൊട്ടി അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം തിരികെ വീണ്ടും അഗ്നിയിലേക്ക് പോയി സ്വയം മരിച്ചു. എന്തൊരു വലിയ രക്തസാക്ഷിത്വമാണ് ഈ 55 പേരിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഴ്ത്തപ്പെട്ട ചാൾസ് സ്പിനോള. അവരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സഭ അവരെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ വിശുദ്ധമാണ് വിശുദ്ധരുടെ ജീവിതം എന്ന് പഠിപ്പിക്കുകയാണ്, നമ്മെ മനസ്സിലാക്കി തരികയാണ്. വിശുദ്ധ ചാൾസിൻ്റെയും വാഴ്ത്തപ്പെട്ട ചാൾസിൻ്റെയും മറ്റു കൂടെയുള്ള 55 രക്തസാക്ഷികളുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? യേശുവിന് വേണ്ടി മരിക്കുവാനുള്ളൊരു തീക്ഷ്ണത എൻ്റെ ഹൃദയത്തിലും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും ഒരു രക്തസാക്ഷിയാകും, അവിടുത്തേക്ക് വേണ്ടി മരിക്കും. സ്വയം ഞാൻ പരിത്യജിച്ചുകൊണ്ട്, എന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് അവിടുത്തേക്ക് വേണ്ടി മരിക്കും. ഈ നല്ല തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. അനുദിന ജീവിതത്തിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. നമുക്ക് രക്തസാക്ഷിയാകുവാൻ എത്രയോ അവസരങ്ങളാണ്. ഒരു രോഗം വരുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകും. നമ്മുടെ കൂടെ ആരുമില്ലല്ലോ എന്നോർക്കും. എന്നെ സ്നേഹിച്ച, ഞാൻ വിളിച്ചപേക്ഷിച്ച എൻ്റെ ഈശോ എവിടെയോ മറഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കും. ഒരു കടബാധ്യത എന്നെ മൂടാൻ തുടങ്ങുമ്പോൾ നിരാശയിലേക്ക് എൻ്റെ ഹൃദയം പോകും. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചിട്ടും എന്നെ സ്നേഹിക്കുന്ന, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എവിടെ? മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, ആരെനിക്ക് സഹായം നൽകും? ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവേ, എൻ്റെ സഹായത്തിന് വരണമേ എന്ന് നിലവിളിക്കുകയാണ് സങ്കീർത്തകൻ. ആ നിലവിളി നമ്മുടെ മനസ്സിലുണ്ട്. പലപ്പോഴും നാം നിലവിളിക്കും, നമുക്ക് നിരാശയുണ്ടാകും, ദൈവമില്ല എന്ന് പറയും. നമുക്ക് പലപ്പോഴും ഇടർച്ചകളുണ്ടാകും. പലരും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മുടെ സമർപ്പിതരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ടാകും, ഇടർച്ചകളുണ്ടാകും. നമ്മുടെ മനസ്സ് തളർന്നു പോകും. അത് രക്തസാക്ഷിത്വമാണ്. അവിടെ നമ്മുടെ മനസ്സ് തളരാൻ പാടില്ല. നമുക്ക് വേണ്ടി മരിച്ചവൻ ഒരേ ഒരുവൻ, ഇന്നലെയും ഇന്നും നാളെയും യേശുവാൻ്റെ സഭയിലെ അംഗമാണ് നാം. അപ്പോൾ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ തീഷ്ണതയോടുകൂടി ജീവിക്കുവാൻ, ഒരു ദിവസത്തെ ഉപവാസത്തിന് നമ്മെ ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ എന്തോ ഒരു മടിയാണ്. സന്ധ്യാപ്രാർത്ഥന കൃത്യസമയത്ത് നാം അർപ്പിക്കണമെന്ന് പറയുമ്പോൾ വിവിധ കാരണങ്ങളാൽ ആ സന്ധ്യാപ്രാർത്ഥന ഒഴിവാക്കുവാനും ആ സമയങ്ങൾ വളരെ അലസമായിട്ട് ചെലവഴിക്കാനും നമുക്കൊരു മടിയുമില്ല. അത് രക്തസാക്ഷിത്വമാണ് കൃത്യസമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു ദിവസം 15 മിനിറ്റ് ബൈബിൾ വായിക്കുവാൻ, വചനം വായിച്ച് ദൈവവുമായിട്ട് സംഭാഷണത്തിലേർപ്പെടാൻ എന്നെ കർത്താവ് ആഹ്വാനം ചെയ്യുമ്പോൾ ആ 15 മിനിറ്റ് സമർപ്പിക്കുവാൻ എനിക്ക് അലസതയാണ്. എത്ര സമയം വേണമെങ്കിലും ഞാൻ ടെലിവിഷൻ്റെ മുമ്പിൽ സുഹൃത്തുക്കളോടൊപ്പം മദ്യപാനത്തിൽ, ആഹ്ലാദത്തിൽ എനിക്ക് ചെലവഴിക്കാം. പക്ഷേ എൻ്റെ ഈശോയോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് സാധിക്കില്ല. രക്തസാക്ഷിത്വമാണ്. അങ്ങനെ നമുക്ക് രക്തസാക്ഷിത്വത്തിന് എത്രയോ മേഖലകൾ നമുക്ക് തുറന്നു കിട്ടുന്നത്. നമുക്ക് ആഗ്രഹിക്കണം, ഓരോ അവസരത്തിലും സുഖലോലുപതയെ നമുക്ക് ദൂരെ നിർത്തിക്കൊണ്ട്, ആഡംബരങ്ങളെ നമുക്ക് ദൂരെ നിർത്തിക്കൊണ്ട്, ധൂർത്തിനെ ദൂരെ നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ മേഖലകളാണ്. കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവർ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, മാമോദീസ സ്വീകരിക്കേണ്ടവർ ആഡംബരങ്ങളെ ദൂരെ നിർത്തണം, ധൂർത്തിനെ ദൂരെ നിർത്തണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഉപവാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാർഗം അവരെ പഠിപ്പിക്കണം. അതിന് നമുക്ക് സാധിക്കണം. അത് രക്തസാക്ഷിത്വമാണ്. മറ്റുള്ളവർ വിമർശിക്കും, കളിയാക്കും, അതല്ലേ രക്തസാക്ഷിത്വം. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി നമ്മെ ക്ഷണിക്കുമ്പോൾ അതിനെ കൃത്രിമ മാർഗത്തിലൂടെ നാം ഇല്ലാതാക്കുമ്പോൾ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവർ കളിയാക്കും. ഒരു മൂന്നാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ, നാലാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ സമൂഹം എന്നെ കുറ്റപ്പെടുത്തും, കളിയാക്കും. അത് രക്തസാക്ഷിത്വമാണ്. എൻ്റെ യേശുവിൻ്റെ രക്തത്തോടെ എൻ്റെ ജീവിതം ഞാൻ കലർത്തുകയാണ്. വിശുദ്ധ വാഴ്ത്തപ്പെട്ട ചാൾസ് സ്പിനോളയെപ്പോലെയും ജപ്പാനിലെ രക്തസാക്ഷികളെപ്പോലെയും നാമും രക്തസാക്ഷികളായി തീരുകയാണ്. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ജപ്പാനിലെ രക്തസാക്ഷികളുടെ ജീവിതം നമുക്കും വിശുദ്ധരായിട്ട് ജീവിക്കാം, രക്തസാക്ഷികളാകാം. അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം നമുക്ക് സമർപ്പിക്കാം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട ചാൾസിനോടും കൂടെ ജീവൻ സമർപ്പിച്ച മറ്റ് 55 പേരോടും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗ ചരിച്ചോരനേക
നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.